ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആറങ്ങോട്ടുകരയിലും. ഫോൺ 9447268947 80569996. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. മാരാത്തുകുന്ന് അകമല ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം ജില്ലാ കളക്ടറുടെ പരിശോധനയുടെയും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിൽ സേവ്യർ ചിറ്റിലപ്പള്ളി MLA, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, ഡിവിഷൻ കൗൺസിലർ ബുഷ്ര റഷീദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം പുനഃപരിശോധന നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിലെ സാഹചര്യത്തിൽ മഴ, നീരൊഴുക്ക് എന്നിവ കുറഞ്ഞത് കണക്കിലെടുത്ത് മണ്ണിടിച്ചിൽ ഭീഷണി കൂടുതൽ അനുഭവപ്പെടുമെന്ന് കണ്ടെത്തിയ സ്ഥലങ്ങളിലെ ആളുകളെ ക്യാമ്പിൽ തുടരുവാനും മറ്റുള്ളവരെ ജാഗ്രതയോടെ വീടുകളിലേക്ക് തിരികെ പോകുവാനും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. അതിനവിടെ ഈ റൂട്ട് ബോൾട്ടിംഗ് എന്നാണ് ഞങ്ങളതിനെ പറയുന്നത്. റൂട്ടെല്ലാം ബോൾട്ട് ചെയ്തിട്ട് മരങ്ങളെ പിടിച്ചു നിർത്തി അതിന് വിടവിലൂടെ എല്ലാം വെള്ളത്തിന് ഉരിച്ചു വരാനുള്ള സൗകര്യമുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഈ മണ്ണിൻ്റെ ഘടന എന്ന് പറയുന്നത് ലാറ്ററൈറ്റ് ആയിട്ടുള്ള, നിങ്ങൾക്കറിയാം, കിണർ കുത്തുമ്പോൾ അടിയിലുള്ള മഞ്ഞ കളറുള്ള പശുവെള്ളം മണ്ണാണ്. ആ പശുവെള്ളം മണ്ണിൽ പിടിച്ചേക്കാൻ പറ്റില്ല. ഗ്രീസ് ഇട്ടിട്ട് അതിലൂടെ നടന്നു നോക്ക്, ആ അവസ്ഥയിലാണ് ആ മണ്ണ് നിൽക്കുന്നത്. ജലപൂരിതമായിട്ട് നിൽക്കുകയാണ് ആ മണ്ണ് മൊത്തം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വെയിൽ കണ്ടു, അപ്പം എന്താ, വെയിൽ കാണുമ്പോൾ നമുക്കൊന്ന് സ്റ്റേബിളായിട്ട് തോന്നും. പക്ഷേ അതിൽ നിൽക്കണ വെള്ളം എപ്പോഴും അവിടെ തന്നെ നിൽക്കുക. ആ വെള്ളമല്ല പോയിട്ടുള്ളത്. ആ പെയ്ത് വരുന്നതും ഇറങ്ങി വരുന്ന വെള്ളം ആ ചാലിലൂടെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ വെള്ളം ഇപ്പോഴും ആ മണ്ണ് ഇതിൽ നിൽക്കുകയാണ്, പശുമേൽ നിൽക്കുകയാണ്, വെള്ളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം ഒന്ന് ഉണങ്ങാൻ അനുവദിക്കണം. ഇപ്പം ഞാൻ ഒരുപാട് വിദഗ്ധന്മാരായിട്ട് ഞാൻ സംസാരിച്ചു. എനിക്ക് ഉറക്കമില്ല സത്യം പറഞ്ഞാൽ. ഇതിൽ എന്തൊരു തീരുമാനം പറയണ്ടേ? കളക്ടർ എപ്പോഴും വിളിച്ച് എന്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിദഗ്ധന്മാരായിട്ട് നമ്മൾ ഈ വിഷയങ്ങൾ സംസാരിച്ചു, ഈ കാര്യങ്ങൾ, സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി. ഒരു വിദഗ്ധം വന്നാൽ പോലും നമുക്കറിയാം, നമുക്ക് ഭൂമിയുടെ എക്സ്റേ എടുക്കാൻ പറ്റില്ല, നമ്മളിപ്പോൾ MRI സ്കാൻ എടുക്കാൻ പറ്റില്ല. ഇത് ലക്ഷണങ്ങൾ കണ്ട് ഇങ്ങനെ സാധ്യത ഉണ്ടെന്ന് പറയാനേ നമുക്ക് പറ്റുള്ളൂ. സാധ്യതാ പഠനം മാത്രമേ പറ്റുള്ളൂ. ഇപ്പം നമുക്കറിയാം, ഒരു പ്രശ്നമില്ലാത്ത ഈ പറയുന്ന വയനാടൻ മേഖലയിലും അതുപോലെ തന്നെ അട്ടപ്പാടി മേഖലയിലും ഈ പറയുന്ന ചാലക്കുടിയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ സ്ലൈഡുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഈ സാധനം. കാരണം നമുക്ക് ഭൂമിയുടെ മുകളിൽ പോയിട്ട് ഇത് എത്ര അരിച്ചിറങ്ങണോ എങ്ങനെ ഇറങ്ങണമെന്ന് പറയാൻ പറ്റില്ല. ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ തോട്ടങ്ങളാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ മെമ്പർ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. വെള്ളത്തെ സംഭരിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ പ്ലാറ്റ്ഫോം ഇങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്, മടക്കി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വെള്ളം അവിടെ താഴും എന്നർത്ഥം. ഈ പെയ്ത്ത് വെള്ളവും അവിടെ താഴും. അപ്പോൾ തൂങ്ങും, സ്വാഭാവികമായിട്ട് തൂങ്ങും. ആ തൂങ്ങിയ സ്ഥാനത്ത് ഇത്രയും കനുള്ള മണ്ണിന് താങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം വരും. ആ താഴേക്ക് നിരങ്ങി നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ട് നല്ല മഴ പെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി നിങ്ങളെല്ലാവരും ജാഗരൂകരായിരിക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, വെള്ളം കലങ്ങി വരേണ്ടോ എന്ന് പരിശോധിക്കണം. അത് മാത്രമല്ല, ശബ്ദം വല്ലതും കേൾക്കേണ്ടോ എന്ന് നോക്കണം. നിങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് ഒന്ന് പരിശോധിക്കണം. എവിടെയെങ്കിലും കുഴികളോ എന്തെങ്കിലും വെള്ളത്തിൻ്റെ സൗണ്ടുകൾ, വെള്ളത്തിലെ മാറ്റം, കിണറിൽ തിരയിളക്കം പോലെ സംഭവം, ഇതൊക്കെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത് നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ എന്തെങ്കിലും സിഗ്നൽസ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ മുനിസിപ്പൽ അധികൃതർ വിവരം അറിയിക്കുക, അടിയന്തരമായിട്ട് മാറാനുള്ള സംവിധാനം ചെയ്യുക. അതൊക്കെ ഒരു സിഗ്നലാണ്, ഒരു സൈനാണ്. അതെല്ലാം ഇത്തരം വെള്ളം, ഇപ്പം കഴിഞ്ഞ ദിവസം മെമ്പറുടെ വീഡിയോയിൽ ഞാൻ കണ്ടു, ശക്തമായ കലക്കവെള്ളം വരുന്നൊരു സാധനം. ആ കലക്കവെള്ളം വരികയാണെങ്കിൽ അതൊരു ഇൻഡിക്കേഷനാണ്. നല്ല കലക്കവെള്ളം, ഭൂമിയിൽ വെള്ളം കലങ്ങി തിരിഞ്ഞ് വരികയാണെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക. ശബ്ദം കേൾക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചുകൊള്ളുക. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വെള്ളം ഉയരുക, താഴുക, തിരയിളക്കം, ഇത്തരം സംവിധാനം ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് വേറെ ആർക്കും, ഇപ്പോൾ MLAക്കോ എനിക്കോ ആർക്കും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളിതിൽ ലക്ഷണങ്ങൾ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഞങ്ങളിപ്പോൾ വെക്കുന്ന ഞങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ സാധനം എല്ലാം കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കാം, കളക്ടർ തീരുമാനിക്കും. കാരണം നമ്മൾ പറയുന്നത് നല്ല ചാനലിൽ കൂടെ വരിക. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയുള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ MLA നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് പറയുന്നത്, നിങ്ങളോടൊന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങളിത് പറയില്ല. ഞങ്ങൾ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുക്കും, കളക്ടർ അത് ഔദ്യോഗികമായിട്ട് സാധനം പ്രഖ്യാപിക്കും. MLA നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് ഒന്ന് പറയൂ, കാര്യങ്ങൾ പറയൂ. എനിക്ക് ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ പറയുന്നത്. MLA ആരായിരുന്നു എന്തായിരുന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാനിത് പഞ്ചായത്ത് മെമ്പർ മാത്രമല്ല, ഈ കാലത്ത് നാട്ടിനെ കുറിച്ച് ഭൂമിശാസ്ത്രം മുഴുവൻ അറിയാവുന്ന അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കുള്ളൂ. ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ജില്ലാ വികസന സമിതിയിലേക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ 60 ചോദ്യങ്ങളാണ് ഓരോ ജില്ലാ വികസന സമിതി MLA ഉന്നയിക്കാറ്. 60 എണ്ണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന MLA ആണ്. ഞങ്ങളെ ശ്രദ്ധിച്ചിരിക്കാറ്. അല്ല ഞാൻ പറഞ്ഞത്, ഞങ്ങളെ ശ്രദ്ധിച്ചിരിക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞത്, നാടിന്റെ സ്പന്ദനങ്ങൾ അറിയണ ഒരാൾക്കാണ് ചോദിക്കാൻ പറ്റുള്ളൂ.
നാടിന്റെ സ്പന്ദനങ്ങൾ അറിയുന്ന ആൾക്കാർ എന്താ വെച്ചാൽ ഞങ്ങൾ ചെറുപ്പം മുതൽ ജീവിച്ചത് ഇവിടെയാണ്. അതുകൊണ്ടാണ് മെമ്പർ ആയിട്ട് അദ്ദേഹത്തിന് അത് അറിയണത്. മെമ്പർ മാത്രമല്ല ഈ നാടിനെ കുറിച്ച് വ്യക്തമായി നടന്ന് പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് നല്ല കാര്യം തന്നെ. ഞങ്ങൾക്കും അത് ഞങ്ങളെയും കൂടുതൽ അപ്പൊ ഇതാണ് സാർ എനിക്കിത് പറയാനുള്ളത്. ഇതാണ് എന്റെ സ്ഥിതി. തൽക്കാലം നിങ്ങളൊന്ന് ക്ഷമിക്കുക, ഒന്ന് സഹകരിക്കുക. എന്നിട്ട് ഞാൻ പറയുന്നത് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ് ഈ ഫസ്റ്റ് ഓർഡർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഭൂമി നോക്കി കാണാൻ പറ്റും. ഇങ്ങോട്ടാണ് ചെരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലുള്ള ആൾക്കാർ തൽക്കാലം ഒന്ന് ഇതാക്കിയിട്ട് ആ രണ്ട് കരയിൽ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ കാണുന്നില്ല. ആ രണ്ട് അപ്പുറത്തുള്ള കരയിലുണ്ട് വലിയ പ്രശ്നമാണ്. പക്ഷേ ഞാൻ കൊടുക്കാം. ഈ വാലി പോർഷനിൽ നിങ്ങളൊന്ന് വളരെ ജാഗരൂകരായിട്ടിരിക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു തരത്തിലുള്ള തൂമ്പയോ വെട്ടോത്തി ഉപയോഗിച്ചുള്ള ഒരു കൃഷികളും ഇപ്പോൾ ചെയ്യരുത്. കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ടെന്ന് ഒന്നും ചെയ്യരുത്. ഇപ്പം എന്താ വെച്ചാൽ വെള്ളം. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.